നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറയ്ക്കക്കടവിലാണ്. കഴിഞ്ഞ ദിവസം പാറയ്ക്കക്കടവിൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണും. പക്ഷേ എന്നാൽ ഇന്ന് പനച്ചിക്കാടും പുതുപ്പള്ളിയായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഈ പാറയ്ക്കക്കടവ്. അപ്പം നമ്മുടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സൈഡ് അവർ വൃത്തിയാക്കാൻ തുടങ്ങി. അത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്ത് ഭാഗത്തോട്ട് അവർക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല. അപ്പം നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തില് പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് പാറയ്ക്കൽക്കടവ്. ഞാൻ ഈ പാറയ്ക്കൽക്കടവിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ വീഡിയോ ഇട്ടത് നിങ്ങളെ കണ്ടു കാണും. ഞാൻ ഇന്നിവിടെ വീഡിയോ എടുക്കാൻ വരാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ ഒരു 5 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കാണണം. കാരണം ഇതിന്റെ ഒരു സൈഡ് വൃത്തിയാക്കുകയാണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അപ്പൊ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 4ാം വാർഡാണിത്. അപ്പൊ 4ാം വാർഡ് ഇവർ ഇത്ര ഭാഗങ്ങൾ വൃത്തിയാക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാനിത് എന്താണ് പരിപാടി എന്നറിയാൻ വേണ്ടിയാണ് ഇവിടെ ചെന്നത്. അപ്പം ഈ വാർഡിലെ മെമ്പർ ജയന്തി ബിജു ആണ്. അപ്പം ഞാൻ ഇതൊരുപാട് സിനിമയ്ക്ക് ലൊക്കേഷനായ സ്ഥലമാണിത്. അപ്പം ഞാൻ മെമ്പറോട് കാര്യങ്ങളെല്ലാം തിരക്കിയപ്പോഴത്തേന് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം കോട്ടയത്തുള്ള സ്നേഹക്കൂട് എന്ന അഭയഭവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിഷ നടത്തുന്ന സ്ഥാപനമാണ്. സ്നേഹക്കൂട് അഭയമന്ദിരം പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിന് ഒരു അപേക്ഷ നൽകി ഇത്രയും ഭാഗങ്ങളൊന്ന് വൃത്തിയാക്കി കൊടുക്കണം. അവർക്ക് ഒരു വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയ ചായ ചെറുകടികളൊക്കെ വിൽക്കുന്ന ഒരു കഫേ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം അതിൻ്റെ പരിസരങ്ങളൊന്ന് വൃത്തിയാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും അതിന് പൂർണ്ണ പിന്തുണയേകി ആ പരിസരങ്ങൾ ആ വാർഡിലെ മെമ്പർ ജയന്തിയുടെ ഭർത്താവ് ബിജുവും കൂടെ നേതൃത്വം കൊടുത്ത് ഇത് മുഴുവൻ വൃത്തിയാക്കി കൊടുത്തു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഉടൻ തന്നെ അവർ അവിടെ ഒരു ചെറിയ രീതിയിലുള്ള പരിപാടി തുടങ്ങിയാണ്. ഞാൻ നോക്കിയപ്പോൾ തന്നെ നല്ല കാര്യമാണ്. കാരണം നമ്മളിങ്ങനെയുള്ള ഓരോരോ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 2022 കാലയളവിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഇവിടെ ഈ സൈഡിലെ കാടുകളെല്ലാം തൊഴിലുറപ്പുകാരെ കൊണ്ട് വെട്ടിത്തെളിച്ചു. എന്നാൽ പിന്നീട് 3 വർഷ കാലയളവായിട്ട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ വന്നുകൊണ്ടാണ് ഈ സ്ഥലം ഇത്രയ്ക്ക് മോശമായിട്ട് കിടക്കുന്നത്. ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഇവിടെ തറയോടുകളും അതുപോലെ മാർബിളുകളും ഇരിക്കാനൊക്കെ സൗകര്യത്തിനെല്ലാം ചെയ്തത്. ഇവിടം തൊട്ടാണ് പുതുപ്പള്ളി പഞ്ചായത്ത് തുടങ്ങുന്നത്. വളരെ കഷ്ടമാണ് നമ്മളിത് കാണുമ്പോഴത്തേന്. ഓരോ സ്ഥലത്തും നമ്മുടെ മണർകാട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മണർകാട് 4 മണിക്കാറ്റൊക്കെ ഇതുപോലെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കണം. ആരെങ്കിലും ആവശ്യപ്പെട്ട് വരുന്നവർക്ക് കൊടുക്കണം. ഇതേണ്ടത് പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പാർക്കിലേക്ക് നമ്മൾ നടന്നു പോകുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നു നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നേരത്തെ കിടന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ അടിയിലൊക്കെ ലക്ഷങ്ങൾ മുടക്കി തറയോടുകൾ പാകിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇരുന്നാൽ നമുക്ക് ആമ്പൽ വസന്തങ്ങളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് ആമ്പലുകളൊക്കെ ഇവിടെ പൂത്തു നിൽക്കുന്നുണ്ട്. ഇതൊന്നും കാണാനോ ഇങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും നമുക്ക് പറ്റാത്ത ഒരവസ്ഥയാണ്. നാട് നന്നാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് മേടിച്ച് അധികാരത്തിലേറുന്ന ജനപ്രതിനിധികളെല്ലാം സ്വയം നന്നാകുന്ന കാഴ്ചയിലേക്കാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നാടിന് യാതൊരു വികസനവുമില്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് പൊതുജനങ്ങൾ സംഘടിച്ചാൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ തൊഴിലുറപ്പുകാരെ കൊണ്ട് ആവശ്യമില്ലാത്ത പണികളെല്ലാം ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും പൈസ മുടക്കാനോ പൊതുജനങ്ങൾക്ക് അല്പനേരം വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് എടുത്ത തീരുമാനം ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. അവർക്കെങ്കിലും കൊടുക്കുമ്പോഴത്തേന് അവരെങ്കിലും ആ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുകയും അതുപോലെ ധാരാളം ആൾക്കാർ പാറയ്ക്കക്കടവിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും കൂടെ ഉണ്ടാവും. രാഷ്ട്രീയം മറന്ന് ജനങ്ങളും ജനപ്രതിനിധികളും പഞ്ചായത്തും MLAയും എല്ലാം ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നാടിന് പുരോഗതി ഉണ്ടാകത്തുള്ളൂ. അതിനി എന്നുണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഓരോ വാർഡിലെ പ്രശ്നങ്ങൾ അനവധിയാണ്. ഒരു മെമ്പറെ കൊണ്ട് തന്നെ ഒരു വാർഡിലെ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗൻവാടിയുടെ ഫിറ്റ്നസ് പോയിട്ട് ഏറെക്കുറെ 6-7 മാസമായി, 1 വർഷത്തിനടുത്താകാറായി.
അതൊന്ന് ശരിയാക്കാൻ പോലും ഇതുവരെ ആരെക്കൊണ്ടും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് കണ്ടറിയണം.